അപ്പം അങ്ങനെ വ്രതാനുഷ്ഠാനത്തിലൂടെ കൈവരിച്ച വിശുദ്ധിയുടെ പൂർണ്ണതയിൽ ഒമാനിലെ വിശ്വാസി സമൂഹവും ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. മസ്ജിദുകളിലും ഈദ്ഗാഹുകളിലുമായി പെരുന്നാൾ നമസ്കാരത്തിന് വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരുന്നത്. റമദാൻ 30 പൂർത്തിയാക്കിയാണ് ഒമാനിൽ വിശ്വാസികൾ പെരുന്നാൾ ആഘോഷിച്ചത്. രാജ്യത്തിന് വിവിധയിടങ്ങളിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ സ്ത്രീകളടക്കം ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. മസ്കറ്റ്, സീബ്, നിസ്വ, ഖദറ തുടങ്ങി ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ മലയാളി കൂട്ടായ്മകളുടെ നേതൃത്വത്തിലും ഈദ്ഗാഹുകളും പെരുന്നാൾ നമസ്കാരവും നടന്നു. ഗാല അൽ റുസൈക്കി ഗ്രൗണ്ടിൽ നടന്ന ഈദ്ഗാഹിന് തൗഫീഖ് മമ്പാട് നേതൃത്വം നൽകി. ലോക മുഴുവൻ ജനതയെയും, പ്രത്യേകിച്ച് അടിച്ചമർത്തപ്പെടുന്ന മർദ്ദിതരായ, പീഡിതരായ, ഇവിടുന്ന് നീതിയും ഒക്കെ ലഭിക്കാത്ത വിധത്തിൽ ഇവിടുന്ന് പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുന്ന ജനതയെ ചേർത്ത് പിടിക്കുന്ന ഐക്യപ്പെരുന്നാളും കൂടിയാണ് യഥാർത്ഥത്തിൻ്റെ ഈ പെരുന്നാൾ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ കാലങ്ങളിൽ നാം കേട്ടതുപോലെ നമ്മുടെയൊക്കെ അല്ലാതെ പ്രയാസപ്പെടുത്തുന്ന ഗസയിലെയും ഫലസ്തീനിലെയും ജനത, അവിടെ പോരാടിക്കൊണ്ടിരിക്കുന്ന ജനത, ആ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ജനത, ബൈത്തുൽ മഖദ്ദിസിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നിലയുറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജനതയോടുള്ള ഐക്യപ്പെരുന്നാളും കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ പെരുന്നാൾ എന്ന് പറയുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മസ്കറ്റിലെ സുൽത്താൻ ഖാബൂസ് ഗ്രാൻഡ് മോസ്കിലാണ് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചത്. ഭരണാധികാരിക്കൊപ്പം മറ്റു രാജകുടുംബാംഗങ്ങൾ, മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, സൈനിക സുരക്ഷാ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഒമാനിലെ പൗരന്മാർക്കും പ്രവാസികൾക്കും സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് ആശംസകൾ നേർന്നു. പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം ആശംസകൾ കൈമാറിയും സ്നേഹബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ചുമാണ് വിശ്വാസികൾ ഈദ്ഗാഹുകളിൽ നിന്ന് പിരിഞ്ഞത്. 24 ഒമാൻ.